അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും തെറ്റായി അവതരിപ്പിച്ചുകൊണ്ട് കള്ളത്തരം പറഞ്ഞ ആർപിക് ഹുസൈൻ, അതായത് ആരിഫ് ഹുസൈൻ എന്നറിയപ്പെടുന്ന ആർപിക് ഹുസൈനെ ലണ്ടനുകാർ പൊക്കി. ഖുർആനിൽ സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു നടന്നപ്പോൾ അവിടുത്തെ ആളുകൾ എവിടെയാണോ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവൻ ആകെ നെട്ടി. അവൻ പറഞ്ഞ അരമണിക്കൂർ സമയം അവനോട് ചോദിച്ചു. അങ്ങനെ തപ്പി അവസാനം കിട്ടാതെ ഞാൻ നെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മുങ്ങി. ഇവിടെ മാന്യനായി വർഗീയവാദികളുടെ കൈകടി വാങ്ങി ലണ്ടനിലെത്തിയപ്പോൾ ആ കള്ളനെ അവിടെ തൂക്കി. പിന്നെ അവിടെ കാണാനില്ല. അവിടുന്ന് എവിടേക്ക് പൊങ്ങിയാവോ? ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് പൊട്ടത്തരങ്ങൾ പറഞ്ഞ് നടക്കുന്ന ഒരു ചങ്ങാതി ആർപിക് ഹുസൈൻ. അങ്ങനെയുള്ള പലരും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ബുദ്ധിയുള്ള ജനങ്ങൾ അങ്ങനെയുള്ള കള്ളന്മാരെ വെറുതെ വിടുകയില്ല എന്നതിൻ്റെ തെളിവാണ് ലണ്ടനിൽ കണ്ടത്. ലണ്ടനിൽ അതാണ് കണ്ടത്. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾക്ക് ബുദ്ധിമാന്മാരുടെ അടുക്കൽ ഒരു വിലയുമില്ല. അവർ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. കേരളത്തിൽ ചില വർഗീയവാദികൾ, ബുദ്ധിഹീനരായ ആളുകൾ അവന് സപ്പോർട്ട് ചെയ്ത്, ലൈക്ക് ചെയ്ത്, അവനെ വാച്ച് ചെയ്ത് നടക്കുന്നതല്ലാതെ ബുദ്ധിയുള്ളവരെല്ലാം ഇവരുടെ കള്ളത്തരങ്ങൾ പെട്ടെന്ന് പിടികൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഖുർആനിലോ ഇസ്ലാമിലോ ഒരു തെറ്റോ ഒരു ജനങ്ങൾക്ക് വിരുദ്ധമായ കാര്യമോ ഒരു ബുദ്ധിയുള്ള ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുകയെന്നല്ലാതെ ഇസ്ലാമിൽ ഒരു വർഗീയമോ അല്ലെങ്കിൽ മനുഷ്യർക്ക് ഒക്കാത്ത, മനുഷ്യരെ നിസ്സാരപ്പെടുത്തുന്ന കാര്യമോ ഇല്ല. എല്ലാ ജനങ്ങൾക്കും നന്മ നിറക്കുന്ന വചനങ്ങളാണ് ഖുർആൻ മുഴുവനുമുള്ളത്. ഇസ്ലാമിലെ സന്ദേശങ്ങൾ എല്ലാ മനുഷ്യർക്കും രക്ഷയുടെ കവാടമാണ് തുറന്നു വച്ചിരിക്കുന്നത്. അവരെ കൊല്ലണം, ഇവരെ കൊല്ലണം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആയത്തുകളുണ്ടെങ്കിൽ അത് എപ്പോഴാണ് അതിൻ്റെ അവസ്ഥകൾ ഉണ്ടായതെന്ന് പ്രത്യേകമായി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതല്ലാതെ ചില ആളുകൾ ഖുർആനെയും ഇസ്ലാമിനെയും പറ്റി തെറ്റിദ്ധാരണകൾ പരത്തുന്ന പോലെയല്ല. ഇസ്ലാം എന്നും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതമാണ്. അതിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ എല്ലാവർക്കും സമാധാനം നൽകുന്നതാണ്. അതിൽ ആർക്കും മനസ്സിന് പറ്റാത്ത, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളില്ല. മനുഷ്യരാണോ അത് മനസ്സിലാക്കിയിരിക്കും, ചിന്തിച്ചിരിക്കും. അതുകൊണ്ടാണ് അമേരിക്കയിലും മറ്റു നാടുകളിലും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന അത്ഭുത സത്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല മുസ്ലിം സമുദായത്തിൻ്റെ ഇസ്സത്ത് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.